ഇന്നാകെ ഫ്രാങ്കിലും മച്ചപ്പിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ വിചാരിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു പി സിയും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കാനുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫ്രാങ്ക്ലിനാണെങ്കിൽ ഇന്ന് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ബാസ്ക്കറ്റ് ബോളും കാര്യങ്ങളൊക്കെ കളിക്കാനുണ്ട് വൈസ്. ഒറ്റയ്ക്ക് കളിക്കാൻ നമ്മുടെ സുക്കൂറും കാര്യങ്ങളൊക്കെ വെളിയിൽ പോയിക്കണെന്ന് തോന്നുന്നു കേട്ടോ. ആളെ കാണാനില്ല. പിന്നെ ജിമ്മി അവിടെ ഉറങ്ങുകയാണ്. ജിമ്മിക്ക് വേറെ പണിയൊന്നും ഇല്ല, തിന്നാ. ഓക്കെ ഗൈസ്, നമ്മുടെ റോക്കി ബൈ വിളിക്കുന്നത് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. പറയും റോക്കി ബൈ. ഫ്രാങ്ക്ലിനെ, നീ എനിക്ക് അടിപൊളി ഒരു സൂപ്പർ ബൈക്ക് മേടിച്ചാ. നിനക്ക് ഈ ബായി പുതിയൊരു നമ്മുടെ ഹൾക്കിന്റെ സൂട്ടും കാര്യങ്ങളൊക്കെ തരാം. ഹൾക്കിൻ്റെ സൂട്ടാ? അപ്പം നമുക്ക് എന്തായാലും ഗൈസ് ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ മേടിക്കാൻ എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ചുമ്പി തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നേരെ തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഷോറൂമിൻ്റെ അവിടേക്കൊക്കെ ഒന്ന് ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ തന്നെ കത്തിച്ച് വിടുക ഗൈസ്. ഓക്കെ, അപ്പോൾ നേരെ തന്നെ നമുക്ക് എന്തായാലും പോകാം. നമ്മൾ എന്തായാലും അടിപൊളി ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മുടെ റോക്കി ബൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ റോക്കി ബൈ നമുക്ക് ഒരു സാധനം കാര്യങ്ങളൊക്കെ തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ തന്നെ നമുക്ക് പോകുക ഗൈസ്. ഓക്കെ, അപ്പോൾ നേരെ തന്നെ നമുക്ക് എന്തായാലും കത്തിച്ച് വിടാം. റോക്കി ബൈനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. റോക്കി ബൈ ആരാ വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റിയിലെ ഒരു വലിയ നമ്മളെ കാട്ടി വലിയൊരു ഡോണാണ് ഗൈസ്. ഇയാൾക്ക് എന്താ പണി വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഫോറസ്റ്റ് ഏരിയയിൽ ഒരു കാടിൻ്റെ ഇടയിലാണ് ഇയാളുടെ വീടും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഇതേതാ വണ്ടി ഗൈസ്? ഓക്കെ, നമുക്ക് ഏതാ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ഏതാ വണ്ടി വരും നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ മേടിച്ച ഏതാ കവാസ്കി H2R ആണ് തോന്നുന്നു കേട്ടോ. സോറി, കവാസ്കി അല്ല, നിഞ്ച H2R ആണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമുക്ക് എന്തായാലും റോക്കി ബൈനെ കുറിച്ച് പറയാം. റോക്കി ബൈ വലിയൊരു ഡോണാണ് ഗൈസ്. അയാൾ വിചാരിച്ചാൽ നമുക്ക് ഈ സിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. റോക്കി ബൈ ഈസ് ഫ്ലവർ ഗൈസ്. ഓക്കെ, സംജയ് ഫ്ലവർ നെയ്സ് സംജയ് ഒന്നുമില്ല ഒന്നും വേണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ നേരത്തെ നമുക്ക് എന്തായാലും റോക്കി ബൈ ഈ ഹൈവേൻ്റെ അവിടെയായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റ് ഏരിയയ്ക്ക് എന്താ വിളിക്കാത്തത് അറിയില്ല. അവിടെയാണ് റോക്കി ബൈൻ്റെ വീടും കാര്യങ്ങളൊക്കെ. ബൈ വലിയൊരു ഡൗൺ ആണ് കേട്ടോ, അത് വേറെ കാര്യം. ഓക്കെ, നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിൻ മച്ചുമ്പി കത്തിച്ചുകൊണ്ട് പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മോഡിഫൈ ചെയ്യാൻ ഉണ്ട്. ഒരുപാട് പൈസ ആൾക്ക് പൊട്ടിക്കേണ്ട. ആകെ നമുക്ക് ഹൾക്കിൻ്റെ സൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടും കേസ്. നട്ടിപ്പൊളിയാക്കണം. അപ്പോൾ നേരത്തെ നമുക്ക് എന്തായാലും കത്തിച്ച് വിട്ട കേസ്. ഓക്കെ, അപ്പോൾ അവിടെ എത്ര മുമ്പ് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ കാര്യങ്ങളൊക്കെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേസ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമുക്ക് എന്തായാലും കത്തിച്ച് വിടാം. നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ചുമ്പി പോണ്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ റോക്കി ബൈനെ കുറിച്ച് ആർക്കും അറിയില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ റോക്കി ബൈ ഇതാ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ബൈൻ്റെ എത്തിച്ചിട്ടുണ്ട്. എടാ ഫ്രാങ്ക്ലിനെ, ഈ വണ്ടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വണ്ടിക്ക് എത്ര ക്യാഷൊക്കെ ആയി? ബൈ ക്യാഷിൻ്റെ കാര്യം വിട് ബൈ. നമുക്ക് ഈ ഹൾക്കിൻ്റെ സൂട്ട് തരാൻ പറഞ്ഞില്ലേ, അത് ബൈ പെട്ടെന്ന് നമുക്കെന്തായാലും റെഡിയാക്കാം. എടാ സൂട്ടൊന്നും ഇല്ല, മിണ്ടാണ്ട് പോവാൻ നോക്കിക്കേ. എനിക്കൊരു സൂപ്പർ ബൈക്ക് കിട്ടാൻ വേണ്ടി നിന്നെ കളിപ്പിച്ചാണ്. ഇവിടുന്ന് നെയ്സിൽ സ്ഥലം വിട്ടേ. നീ ഇല്ലേ നെയ്സിൽ ഇവിടുന്ന് പോകാൻ നോക്കിക്കേ. ഇനി ഓവർ ബൈൻഡ് ചോദിച്ചാൽ നിനക്ക് കിട്ടും, നല്ല കിട്ടും. എന്താണ് ബൈ ഇങ്ങനെ പറഞ്ഞ്? ബായ് വലിയ ബായാണെങ്കിലും ഈ ഫ്രാങ്ക്ലിൻ്റെ കളിച്ചല്ലേ ബായിക്ക് പൊട്ടുണ്ടാ. ബായി ലോകത്ത് എത്ര വലിയ ആളായാലും ശരി, എന്ത് ബായി തള്ളി ഇവിടെ അടിക്കാൻ വരുന്ന ബായിൻ്റെ പിള്ളേർ ഇതൊക്കെ വേറെ വിഷയം ഗൈസ്. ആള് മയങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. സംഭവം നമ്മൾ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടേ ഉള്ളൂ, മയങ്ങി വീണിട്ടേ ഉള്ളൂ. അപ്പോൾ നേരത്തെ നമുക്ക് എന്തെങ്കിലും കച്ചു വിടാം. ബായി വലിയ ഡീലറും കാര്യങ്ങളൊക്കെ പോലീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഈ ബായിനെ തൊട്ട ഇതാ പ്രശ്നം, ഈ സിറ്റിയെ ഇളകും. അപ്പോൾ നേരത്തെ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്ത് നിൽക്കണം ഗൈസ്. ഓക്കെ, ഇനി അടുത്തുള്ളത് നമ്മളെന്തെങ്കിലും പെട്ടെന്നൊരു വീഡിയോകളൊക്കെ ഇടുക. അതെന്താ നടന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തന്നെ നൈസിൽ എസ്കേപ്പ് ആവണം നല്ലത് തോന്നുന്നു. ബായിനെ നമ്മൾ തൊടണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി ഇതിനുള്ളിൽ കയറ്റിയിട്ട് ഹൈഡ് ചെയ്യാൻ നോക്കി തന്നെ പോലീസും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും കളറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പോയി നോക്കാം. നമ്മുടെ ഡ്രസ്സും മാറ്റണം. ഓക്കെ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് വിഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് എസ്കേപ്പ് ആവാൻ നോക്കാം ഗൈസ്. അതാണ് ഒറ്റ വഴി ഞാൻ അവിടെ കാണുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും പറ്റുന്ന പോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആരെങ്കിലും ഒരാൾ കണ്ണാപ്പിന്ന് തന്നെ വിചാരിക്കുള്ളൂ. അപ്പോൾ നേരത്തെ നമുക്ക് പോവാം ഗൈസ്. നമ്മൾ വെളിയെ ഇറങ്ങിയത് പോലീസും കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പോലീസും കാര്യങ്ങളൊക്കെ നമ്മളെ വെറുതെ ഇങ്ങനെ അടിച്ചും കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി എന്താ ചെയ്യുക എനിക്കൊന്നും അറിയില്ല. നമ്മൾ മൊത്തം പെട്ടുപോയി ഗൈസ്. അപ്പോൾ ബായിനെ തൊട്ടാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ആദ്യമായിട്ട് നമുക്കിങ്ങനെ അറിയുന്ന കേസ്. എന്താ ചെയ്യുക? നമ്മുടെ സുക്കൂറും കാണാനില്ല, ഇവനൊക്കെ എവിടെ പോയി കിടക്കണം, ആവശ്യത്തിന് കാണില്ല. എടാ ഫ്രാങ്ക്ലിനെ നീ എവിടേക്കാടാ അടിക്കുന്നത്? ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കുക എണ്ണൊക്കെ വെച്ചിട്ട്. നമുക്ക് മാക്സിമം പറ്റുന്ന പോലെയൊക്കെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റുള്ളൂ. ഇല്ലാണ്ട് നമ്മൾ തൊട്ടത് സിറ്റിയിലത്തെ ഒരു വലിയ ആളിനെയാണ്. എന്താ കേസ്, എത്ര പോലീസാണ് നീക്കി നോക്ക്. അതാണ് ബായിന് വലിയ ഡീലറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളും ഒരു വലിയ ഗാങ്സ്റ്ററും കാര്യങ്ങളൊക്കെ ആകും കേസ് ഒരു ദിവസം. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഹൈഡ് ചെയ്യണമെന്ന് നല്ലതെന്ന് തോന്നുന്നു കേസ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമുക്ക് എന്തായാലും എസ്കേപ്പ് ആവണം ഇവിടെ നല്ലത് തോന്നുന്നു.
അപ്പോൾ നേരെ തന്നെ ഗൈസ് നമുക്ക് ഗണ്ണികളൊക്കെ വെച്ച് അടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന എനിക്ക് തോന്നുന്നത് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നേരെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാം. ഇല്ലാണ്ട് വേറെ ഒരു വഴിയും കാണില്ല. ഈ പോലീസാണെങ്കിൽ നമ്മളിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ കമ്മിയായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, 2 സ്റ്റാറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മളെ ബായിനെ തൊട്ട ഇങ്ങനെയാവും നമ്മൾ വിചാരിച്ച ഒരു കാര്യമേ അല്ലായിരുന്നു. അപ്പോൾ ഗൈസ് എൻ്റെ കഥ കഴിഞ്ഞാൽ തോന്നുന്നു എല്ലാവരും പോകുമ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ പെട്ടെന്ന്